മരുഭൂവിൽ ചൂടുപിടിച്ച മണലാരണ്യത്തിൽ തളർന്നിരിക്കുന്ന യാത്രികൻ. ജീവിതം അവസാനിപ്പിക്കണോ അതോ ഇനിയും ചവിട്ടി മുന്നേറണോ? തല ചായ്ക്കാൻ ഒരിടം, ദാഹമകറ്റാൻ ഒരിറ്റ് ജലം. ഇല്ല, എങ്ങും എവിടെയും. അതാ ദൂരെ ആരോ, ദൈവമോ അതോ ദൈവപുത്രനോ? അയാൾ സന്തോഷിക്കുന്നല്ലോ, ചിരിക്കുന്നല്ലോ. എന്ത് തേജസ്സാണ് മുഖത്ത്. നിങ്ങൾ ആരാണ്? ഞാൻ ചോദിച്ചു. ഞാൻ ഒരു വ്യക്തി അല്ല. നിങ്ങൾക്ക് പ്രത്യേകതകളുണ്ട്. നോക്കൂ, എൻ്റെ ഭംഗിയാർന്ന മാംസളം എന്നെ ചുക്കിച്ചൊളിഞ്ഞിരിക്കുന്നു. എൻ്റെ ചുണ്ടുകൾ കറുത്ത് അവിടം വ്രണം വന്നിരിക്കുന്നു. ഞാൻ ഒരിറ്റ് ദാഹജലത്തിനായി കീഴുകയാണ്. എങ്ങനെ ഞാൻ സന്തോഷിക്കും? പറയൂ, നിങ്ങൾക്ക് ദാഹമകറ്റാൻ വല്ലതും കിട്ടിയോ? ഇല്ല, അയാൾ പറഞ്ഞു. പിന്നെ എങ്ങനെ നിങ്ങൾ ഇത്ര സന്തോഷിക്കുന്നു? പറയാം. ജീവിതത്തിൻ്റെ ഓരോ വർണ്ണവും രുചിച്ചു കഴിയുന്ന വ്യക്തിയാണ് ഞാൻ. എൻ്റെ യാത്ര ഇനിയും തുടർന്നാലേ എൻ്റെ ലക്ഷ്യം ഞാൻ നേടും. പാതി വഴിക്ക് നിർത്തുവാനെങ്കിൽ ഞാൻ എന്തിന് ഇത്ര നാൾ ജീവിച്ചു? ജീവിത പ്രതിസന്ധി വരുമ്പോൾ തളർന്നു മരണം വരിക്കുന്നവൻ ഭീരുവാണ്. സുഹൃത്തെ, ഇവിടെ എന്നെ നിങ്ങളുടെ മുൻപിൽ ദൈവം എത്തിച്ചതാണ്. നിങ്ങൾ തളരരുത്, കരുത്ത് പകർന്ന് മുന്നേറുക. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ നിറവേറ്റുക. വരൂ, നമുക്കൊരുമിച്ച് നീങ്ങാം. അല്ലയോ സുഹൃത്തെ, നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എത്ര മഹാനാണ്! എന്തു ഭംഗിയായി സംസാരിക്കുന്നു! നിങ്ങളാണ് എൻ്റെ ദാഹമകറ്റാൻ ദൈവം സഹായിച്ച പാനീയം. നിങ്ങൾക്കൊപ്പം ഞാനും വരുന്നു. എന്നെ കൂടെ ചേർക്കൂ. There are lots of elements in the periodic table: potassium, sodium, calcium, magnesium, etc., etc. Each feelings in a human mind are like all these elements. We are living in a beautiful world. നമ്മൾ ഓരോരുത്തരും എത്രമാത്രം ഫീലിങ്സ് ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരാണ്. പകയും ദേഷ്യവും സ്നേഹവും കോംപ്ലക്സും വിശപ്പും ദാഹവും വേദനയും എല്ലാം കൂടെ ഒരു നിറക്കൂട്ട് പോലെ ഈ ജീവിതം. ഫീലിങ്സ് ഇല്ലാത്തവർ ഇല്ല എന്ന് തന്നെ പറയാം. Some emotions make a drastic change in our lives. I feel irritated. This world, the people around me, and even you. എല്ലാവരും എന്നെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. I don't know why. I just want to be alone in this fucking world. I am rich and I have a happy family. But you know, due to my bitter experience with my ex-boyfriend, I am going through a sad phase of life. I had loved him so much, but he betrayed me. Now I feel that every boys are alike. I know I may not be right, but my mindset is like this. I know this is stupid and fucking inferiority complex. I just wanna say counselor. Yep, I too. Yeah, of course. I think so. I don't think there's a need for that. For every problem in this universe, there is also a solution. ചിന്തകളും പ്രവൃത്തികളും മാറ്റേണ്ട സമയമായി. Well, let me tell you a beautiful story. My name is Lee. Right now, I have study holidays, but I don't want to do this great job. I mean, studying. You know, എനിക്ക് മാത്രമായൊരു പ്ലേസ് ഉണ്ട് ഈ ഹോസ്റ്റലിൻ്റെ അപ്സ്റ്റെയറിൽ. A calm and quiet place. എല്ലാ ദിവസവും ഞാനിവിടെ വരും. തനിച്ചിരിക്കും. ഇവിടെ നിന്നാൽ എനിക്ക് ലോകം മൊത്തം കാണാം. ഞാൻ ഇവരോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ്. സംടൈംസ് ഇവർക്കെല്ലാം മുകളിൽ നിൽക്കുന്നത് ഞാനാണെന്ന് തോന്നും.
Yes, I'm on top of the world. Yahoo! Freddie Van is my classmate. He stays at room number 3 near to mine. ഞാൻ അവനെ കാണുമ്പോഴൊക്കെ ഫോണിൽ കത്തിയടിച്ചോണ്ടേയിരിക്കുന്നുണ്ടാവും. സോ കാണുമ്പോഴൊക്കെ ഞാൻ അവനെ വിളിക്കും, ഹേയ് കസ്റ്റമർ കെയർ. Hi, dude. Nothing, my friend. It was a boring day, so I went to Freddie's room. Oh, I'm so sorry, man. Hey, it's okay, dude. Why should I go back? Hey, Fred. ഇന്നെന്താ കോളില്ലേ? He lost his cell phone that day. പക്ഷെ എനിക്ക് തോന്നി ഫ്രെഡിക്ക് അവന്റെ ലോകം തന്നെ നഷ്ടപ്പെട്ടെന്ന്. Hey, take it, Fred. Call your partner. Be cool, man. I feel like I've found a best friend in my life. But he never talks to me like how he talks to his phone. Hey, Fred. I won't miss you, man. What? Won't you ever miss me? Am I stranger to you, Lee? Hey, come on, Fred. Why should I miss you when you're with me? Okay, don't miss me, man. I'm always with you. Fred, do you know the thing that I love the most in this world? Well, I think it's the terrace. Your favorite place. No, it's you, Fred. Why? Me? ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. I don't know why. And my whole life is for the time that I'm seeing a friend like this. My character, my past, everything is dreadful. But now, what I like is you. It is not necessary to think about your past now. For me, you're everything. Every day before going to leave, he used to spend some time with me. But one day, he told me he's visiting hometown for 2 days. He spent the whole day in advance. Hey, I miss you, man. But I won't. You are with me, surrounding me. Do one thing. Each day you miss me, drop a pearl in a bottle. That would be the best gift you can offer me. ലോകത്താർക്കും കിട്ടിയിട്ടില്ലാത്ത മിസ്സിംഗ് പേൾസ്. Even when you was not with me, I never felt lonely. കൂടെ എന്നും അവനുണ്ടെന്ന് മനസ്സ് പറയുന്നു. ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും സന്തോഷവാന വ്യക്തി ഇപ്പോൾ ഞാനാകാം. കാരണം ഞാൻ ഇപ്പോഴാണ് സന്തോഷം എന്തെന്ന് അറിയുന്നത്. യെസ്, I do have a precious treasure, a friend. I remember the day he came back. Where's my gift?
Oh, I'm so sorry, man. The glass is full of pearls, but I forgot to take it. ഐ നോ, ഇതൊരു ചെറിയ കാര്യമാണ്, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല. പക്ഷേ ഞാൻ ഒരുപാട് വാല്യൂ കൊടുത്തു പോയി ആ ഗിഫ്റ്റിന്. ഐ ഫീൽ സോ ഗ്ലൂമി. പക്ഷേ അവൻ ഒരിക്കലും അത് ഫീൽ ചെയ്തില്ല. ഈവൻ ദെൻ he continued to talk to his bloody partner. But today, why should I go back? Hey, what you doing, man? I don't want to miss you. In my whole life, ശരിക്കും ഒറ്റപ്പെട്ട പോലെ. നാളെ പറ്റിയോ ഇന്നലെ പറ്റിയോ ഓർക്കാൻ ഒന്നും തന്നെ ഇല്ലായിരുന്നു. സ്വന്തം എന്ന് പറയാൻ ദൈവം എനിക്ക് ആരെയും തന്നില്ല. ഒരാളോട് പോലും കമ്മിറ്റ്മെന്റ് ഇല്ലാതെ ഞാൻ അനുഭവിച്ച ലോൺലിനെസ് അത്രയേറെയാണ്. But now feels like life has changed a lot. സമയം ഒട്ടും തികയാതെ വരുന്ന പോലെ. ഒരുപക്ഷെ ഫ്രെഡിയെ പരിചയപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്രയധികം സന്തോഷം അറിയില്ലായിരുന്നു. മറ്റുള്ളവരെ കാണുമ്പോൾ തല താഴ്ത്തി നടക്കാറുള്ള എനിക്കിന്ന് അവരെ നോക്കി കോൺഫിഡൻ്റായി ചിരിക്കാനറിയാം. അവരിൽ നിന്നും ആദ്യമായി ലൈഫിൽ ബന്ധത്തിൻ്റെ ആവശ്യകത ഞാൻ അറിയുന്നു. എന്നെ നീ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഒരുപാട്. ബട്ട് വൈ? നീ പിറന്ന ഈ മണ്ണിനെ, ശ്വസിക്കുന്ന വായുവിനെ, നീ ഉൾക്കൊള്ളുന്ന ഈ ലോകത്തെ എല്ലാം ഞാൻ ഇഷ്ടപ്പെടുന്നു. എൻ്റെ മുരടിച്ച മനസ്സിനെ നീയാണ് ഉണർത്തിയത്. ഞാൻ നിനക്ക് കടപ്പെട്ടിരിക്കുന്നു. Where are you going? Freddie is going to meet his life partner. ഒരുപാട് സന്തോഷം അനുഭവിച്ചപ്പോൾ ഞാൻ ആ കാര്യം മറന്നുപോയിരിക്കുന്നു. ഫ്രെഡി സ്നേഹിക്കുന്നയാൾ. ഇടയ്ക്ക് വന്ന് കയറിയതാണ് ഞാൻ. സ്നേഹം എന്തെന്നറിഞ്ഞിട്ട് ഫ്രെഡിക്ക് വേണ്ടി സെൽഫിഷ് ആക്കുന്നത് തെറ്റാണ്. സോ ഐ ഹാവ് ടു സാക്രിഫൈസ്. Yeah, I have to sacrifice. What do you mean? നമ്മളെല്ലാവരും പ്രസന്റ് ലൈഫിൽ ജീവിക്കാൻ മറന്നവരാ. പാസ്റ്റും ഫ്യൂച്ചറും ചെകഞ്ഞെടുത്ത് ജീവിക്കുന്നതാ നമ്മുടെയൊക്കെ പ്രോബ്ലം. എനിക്ക് പറ്റിയതും അതാ. കൺമുന്നിലുള്ള സ്നേഹം കണ്ടില്ല, ദൂരെ നിന്ന് നിന്നെ സ്നേഹിച്ചു. ഇനി എനിക്കതിൻ്റെ ആവശ്യമില്ല. നീ മനസ്സിലാക്കാതെ പോയ ഇഷ്ടം കാത്തിരിക്കുന്ന ഒരാളുണ്ട്, ലീ. എനിക്കവന് സന്തോഷം കൊടുക്കണം. Now let's close this chapter, man.
ഫ്രെഡ്, നമുക്ക് മാറ്റം തരാൻ പറഞ്ഞയച്ചവരെ നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നു. പക്ഷേ നമുക്ക് മാറ്റം തന്നവരെയോ? നീ തന്ന മാറ്റങ്ങൾ ജീവിതം അത്രയും വലുതാണ്. പക്ഷേ സ്നേഹത്തിനായി ഞാൻ സ്വാർത്ഥനാവില്ല. സന്തോഷം ഒരുപാട് തന്നു നീ, എനിക്കത് മാത്രം മതി. ഞാൻ തിരിച്ചു പോകുന്നു. But I will miss you, man. I miss you, man. But I won't, Fred. Why should I miss you when you're with me? ചിലരിങ്ങനെയാണ്. ലൈഫിൽ നിന്നും എന്തോ മിസ്സായ പോലെ തോന്നും. പക്ഷേ അതെന്താണെന്നറിയാൻ സമയമെടുക്കും. ബട്ട് യു ഡോണ്ട് വറി കെവിൻ. ജീവിതം എഴുതി പൂർത്തിയാക്കാത്ത ഒരു പുസ്തകം പോലെയാണ്. കാത്തിരിക്കാം ഒരു നല്ല നാളേക്കായി. ഞാൻ ചിന്തിച്ചത്ര വേസ്റ്റ് ആയിരുന്നു. Now I'm happy with my girlfriend Elena. I love this world. I know, I was wrong. All boys are not like him. Some boys are good, like my Alvin. We are in love. I love him. I believe him. I'm so happy. കോംപ്ലക്സ് ലൈഫിലെ സന്തോഷത്തെ തന്നെ കെടുത്തിക്കളയുമെന്ന് തോന്നുന്നു. എനിക്കുമുണ്ട് നിങ്ങൾക്കില്ലാത്ത ഒരുപാട് ക്വാളിറ്റീസ്. ലൈഫ് ഈസ് സോ ബ്യൂട്ടിഫുൾ, അല്ലേ കെവിൻ? Of course, life is beautiful.